എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം ജീവമാതാ കാരുണ്യ ഭവനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. അവിടെ എന്താണ് നടന്നിട്ടുള്ളത് എന്നൊക്കെ കുറേ പേര് എന്നോട് കമൻറ്റ് ചെയ്ത് ചോദിച്ചിരുന്നു. ഇപ്പോൾ നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഇൻസ്പെക്ഷൻ നടന്നിട്ടുണ്ട്. കുട്ടികളെ 22 കുട്ടികളാണ് ഉള്ളത്. അപ്പോൾ അവരെ ഒന്ന് മാറ്റി പാർപ്പിക്കാനൊക്കെ സർക്കാർ തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ചിലപ്പോൾ ഈ ഒരു കാരുണ്യ ഭവൻ അടച്ച് പൂട്ടും എന്നാണ് പറയുന്നത്. അവിടെയുള്ള അന്തേവാസികളെയൊക്കെ മാറ്റി പാർപ്പിക്കും. CWCയുടെ കീഴിലുള്ള വേറെ ഒരു മന്ദിരത്തിലിട്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഡാഡി ഗിരിജയും മോനും ഒക്കെ അവിടെ നിന്ന് ഒളിവി പോയിട്ടുണ്ട്. മരുമകനാണ് താൽക്കാലികമായിട്ട് അവിടെ നടത്തിപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളൂ. പിന്നെ CWCയുടെ ആരൊക്കെ അവിടെ നിയമിച്ചിട്ടുണ്ട്, ഇവർക്ക് ഫുഡ് കൊടുക്കാനും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിയമിച്ചിട്ടുണ്ട് എന്നാണ് നിലവിൽ അറിയാൻ പറ്റിയിട്ടുള്ളത്. ഞാനൊരു വിഷയം എടുത്തപ്പോൾ പറയണോ, ഇതിനെക്കുറിച്ചൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. കാരണം ഒരു അനാഥാലയമാണ്. കുറച്ച് പേർക്കെങ്കിലും അവിടെ കഞ്ഞി വെള്ളം കിട്ടി പോകുന്നുണ്ടല്ലോ. കുറച്ച് പേരെങ്കിലും സുരക്ഷിതമായിട്ടൊരു ഭവനമില്ലാത്ത ആൾക്കാരൊക്കെ അവിടെ ഒരു പാർപ്പിടത്തിൽ താമസിക്കുന്നുണ്ടല്ലോ. അതിനൊക്കെ സൗകര്യം ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ചെയ്യണ്ടേ എന്നൊക്കെ ഒരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ഈ ഗിരിജ എന്ന് പറയുന്ന സ്ത്രീയെ കുറിച്ച് വളരെ മോശം അഭിപ്രായമാണ്. ഒരാൾക്ക് പോലും നല്ലതോ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ഇവരെ കുറിച്ച് പറയാനില്ല. ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെ കുറിച്ചോ അല്ലെങ്കിൽ അവിടെ നിന്ന് പോയിട്ടുള്ള അന്തേവാസികൾക്കോ അല്ലെങ്കിൽ അവിടെ ഇപ്പം നിലവിലുള്ളവർക്കോ ആർക്കും, അവിടെ ജോലിക്ക് പോലും നിൽക്കുന്നവർക്ക് ഇവരെ കുറിച്ച് യാതൊന്നും നല്ലതായിട്ട് പറയാനില്ല. മക്കളുടെ തോന്നിയാസത്തിനൊക്കെ ചുക്കാൻ പിടിക്കുന്ന ഒരു അമ്മയും അമ്മേനെ തോന്നിയ വഴി അഴിച്ചു വിട്ടണ ഒരു മക്കളും, അതാണ് ഈ ഒരു കുടുംബം. അതിനകത്തേക്ക് ആ അനാഥ കൊച്ചിനെ കൂടി കൊണ്ടുപോയി ആ ഒരു കൊച്ചിൻ്റെ കൂടി ജീവിതം നശിപ്പിച്ചു. 18 വയസ്സായിട്ട് ഉള്ളൂ ആ കുട്ടിക്ക്. അതിനുള്ളിൽ തന്നെ വിവാഹം കഴിപ്പിച്ച് അത് അതിൻ്റെ ഒരു ജീവിതം തുലച്ചു എന്ന് വേണം പറയാൻ. സത്യം പറഞ്ഞാൽ 18 വയസ്സായ കുട്ടികളൊന്നും കല്യാണം കഴിപ്പിച്ച് വിടല്ല. നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ മക്കൾ, നമുക്കൊരു മക്കളുണ്ടെങ്കിൽ 18 വയസ്സാവും നോക്കിയിരിക്കും എന്നെ കല്യാണം കഴിച്ച് വിടാൻ. എനിക്കിതൊന്നും മനസ്സിലാവുന്ന കേട്ടോ. കുറേ ആൾക്കാർ പറയുന്നുണ്ട് ആ കൊച്ചിനെ അവന് ഗർഭം ഉണ്ടാക്കി കൊടുത്തെങ്കിൽ എന്താ അവൻ തന്നെയല്ലേ കെട്ടിയേന്നൊക്കെ. അതൊക്കെ പിന്നെ കണ്ടറിയണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കുറിച്ച് കേൾക്കുന്ന മഹാമോശപ്പെട്ട അഭിപ്രായങ്ങളാണ്. ഇനി ആ ഗർഭത്തിൻ്റെ കഥ എന്താണ്, ഇവരുടെ വീട്ടിലെ ആൾക്കാർ വരുന്നുണ്ടെന്നോ, ഇവർക്ക് കുറേ രഹസ്യക്കാരുണ്ടെന്നോ, ജാരന്മാരുണ്ടെന്നോ, സ്പോൺസേഴ്സ് തന്നെയാണ് ഇവരുടെ ജാരന്മാരെന്നോ, അങ്ങനെ ഒരുപാട് കഥകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികളൊക്കെ ഏത് രീതിയിലാണ് ഇവർ ഉപയോഗിക്കുന്നത്? ഇനി ആരെങ്കിലും ഉപയോഗിച്ചിട്ട് ഗർഭിണിയായിട്ട് ഇവരുടെ മോനെ കൊണ്ട് കെട്ടിച്ചാണോ? അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ട് വരും കേട്ടോ. കാരണം അത്രയും മോശപ്പെട്ട സ്ത്രീ ആയിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു പോസിറ്റീവ് കാര്യം പോലും ഇവരുടെ ഇല്ല. മാത്രമല്ല ഈ ഒരു അനാഥ മന്ദിരത്തിൽ നിൽക്കുന്ന പെൺകുട്ടികളാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ത്രീ വീടിൻ്റെ തൊട്ടടുത്താണ് ഈ അനാഥാലയം നടത്തുന്നത്. അപ്പോൾ ഇവർ കാണിക്കുന്ന കൊള്ളുരായൊക്കെ ഈ കുട്ടികളും കണ്ടുപിടിക്കുന്നുണ്ട്. കുട്ടികൾക്ക് അതൊരു ഇങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല എന്നൊരു ഇത് ചിലപ്പോൾ വരാമല്ലോ. ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിൽ കുട്ടികൾ വളർന്ന് അങ്ങനെയൊക്കെ ചിലപ്പോൾ വരാം. അതും മാത്രമല്ല ഇവരുടെ മൊത്തത്തിലുള്ള ചരിത്രം, ഇവർ ഈ പറഞ്ഞ ഒരു കാര്യമില്ല. എനിക്ക് ആ ഇൻ്റർവ്യൂ ഒക്കെ, ഞാൻ ഈ സംഭവം നടന്നതിന് ശേഷം ഇൻ്റർവ്യൂ കണ്ടു കേട്ടോ. നിങ്ങൾ എത്ര പേര് ആ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടു എന്ന് എനിക്കറിയത്തില്ല. എനിക്കത് കണ്ടിട്ട് ചിരിയാണ് വന്നത്. മാത്രമല്ല ഇവരുടെ ചാനലും കൂടി ഞാൻ കയറി കണ്ടു. അതിനകത്ത് ഇവരുടെയൊക്കെ അഭിനയം സത്യം പറഞ്ഞാൽ സിനിമാ നടന്മാരും നടിമാരും തോറ്റുപോകട്ടോ. ഇൻ്റർവ്യൂവിലൊക്കെ വന്നിരുന്ന് കൂളായിട്ട് ഇവർ എന്തൊക്കെയോ ചരിത്രങ്ങൾ ഇരുന്ന് പറയുവാണ്. ഈ ഒരു അനാഥാലയം ഉണ്ടാക്കാൻ ഇവർ കെട്ടുന്ന പെട്ട പാട്, അല്ലെങ്കിൽ ഇവരുടെ ഭർത്താവ് മരിച്ചു പോയിട്ട് അതിൻ്റെ പേര് കെട്ടിയ മന്ദിരമാണ്. അതൊക്കെ കേട്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിയാണ് വന്നത്. കാരണം അവരുടെ ഭർത്താവ് എങ്ങനെയാണ് മരിച്ചത് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും ചിരി വരും. കാരണം അങ്ങനത്തെ കഥകളാണ് മൊത്തത്തിൽ പരക്കെ പറഞ്ഞ് കേൾക്കുന്നത് കേട്ടോ. ഇവർക്കൊരു രഹസ്യക്കാരനുണ്ടായിരുന്നെന്നും ആ രഹസ്യക്കാരൻ്റെ കൂടെ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഭർത്താവ് അതിനെ ചോദ്യം ചെയ്യുക. അവിടെ വെച്ച് ആ ഭർത്താവും കാമുകനും തമ്മിൽ വഴക്കുണ്ടായി. ഭർത്താവ് ഇവരാ ഒരു 4 കൂടിയൊക്കെ അവരൊക്കെ ഭർത്താവിൻ്റെ കുത്തിക്കൊല്ലുമായിരുന്നു കേട്ടോ. കാമുകൻ കുത്തിക്കൊല്ലുമായിരുന്നു എന്നൊക്കെ പല രീതിയിലുള്ള കഥകളാണ്. എന്നിട്ടാണ് ഇപ്പോൾ ഇവരിരുന്ന് പറയുന്നത് ഭർത്താവിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു മന്ദിരം. അയാൾ സത്യം പറഞ്ഞാൽ ഇത് അറിഞ്ഞിട്ട് പോലും ആവോ. അങ്ങനെ ഒരുപാട് കഥകൾ ഇതിനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. നമുക്കിതൊക്കെ ഒരു തമാശയായിട്ട് പറയാമെങ്കിലും പക്ഷെ ഇത്രയും ഒരു ക്രൂരമായിട്ടുള്ള ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരാൾ സ്വന്തം ഭർത്താവിൻ്റെ ജീവനൊക്കെ പോകാൻ വേണ്ടി കാരണക്കാരിയായിട്ടുള്ള സ്ത്രീയാണ് എല്ലാവരും കൂടി തലയിൽ ഏറ്റിക്കൊണ്ട് നടന്നത് എന്നൊക്കെ ഓർക്കുമ്പോൾ വളരെ കഷ്ടവും ലജ്ജയും തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഇതുപോലുള്ള പൂതനകൾക്ക് ഇങ്ങനെ ചിരിച്ച് നിൽക്കാനും അറിയായിരിക്കും. മറ്റുള്ളവർക്ക് അത് ഭയങ്കര ഇഷ്ടം തോന്നുന്ന രീതിയിൽ പൂതനകൾക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുമായിരിക്കും. നമ്മളിപ്പോൾ സത്യം വിളിച്ച് പറഞ്ഞാൽ സത്യം പറയുന്നവരായിരിക്കും കുറ്റക്കാർ. നിങ്ങൾക്കിപ്പോൾ എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ അയ്യോ ഇവരെന്താ ഇരുന്ന് പറയുന്നത് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷെ പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. ഈ ഒരു സ്ത്രീ വളരെ മോശപ്പെട്ട ഒരു സ്ത്രീ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു സ്ഥാപനത്തിൽ നിന്നൊരു സ്ത്രീ ഉണ്ട്. അവർ പറയുന്നൊരു വോയിസ് ഞാൻ ഇവിടെ ചേർത്തേക്കാം കേട്ടോ. അത് ഒരുപാടുണ്ട്. ഞാൻ അതിൻ്റെ രത്നച്ചുരുക്കം ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നേക്കാം. ഈ സ്ത്രീ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു തുടക്കകാലം തൊട്ടേ ഇവരുടെ കൂടെയുള്ള ഒരു സ്ത്രീയാണ്. മരുമോൻ വന്ന് രാജനെ അടിച്ച് പുറത്ത് കളഞ്ഞത്. ഇപ്പം മരുമോൻ ഓടിച്ചുകൊണ്ട് നടക്കുന്ന കാറ് ആ പയ്യൻ്റെ പേരിൽ ലോൺ എടുത്തിരിക്കുന്ന കാറാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള CC ഒന്നും അടയ്ക്കാതെ അവർ ഓടിച്ചുകൊണ്ട് നടക്കുന്ന സ്കൂട്ടർ അവരുടെ ഒരു ചേട്ടൻ
ഉദയഗിരി ചേട്ടത്തിയുടെ ലോൺ എടുത്തിരിക്കുന്നതാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്ഥാപനം പെർഫെക്റ്റ് ആണ്. ഈ സുനിൽ എന്ന് പറയുന്ന ചെറുക്കൻ ഒരു സുനിൽ എന്ന് പറയുന്ന പയ്യൻ്റെ കൂടെ ജീവിച്ചതാണ്. അപ്പോൾ അന്നേരം ഞാൻ ഷൈജും തമ്മിൽ ഒരുമിച്ച് ജീവിച്ചത്. അപ്പോൾ അങ്ങനെ ജീവിച്ചു. അപ്പോൾ എൻ്റെ കൂട്ടുകാരിയുടെ കൂടെ നിന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ കല്യാണത്തിന് മുന്നേ എന്നോട് പറഞ്ഞു, നിന്നോട് പറഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാത്തോണ്ടാണ് പറയാൻ, ഷൈജുമായിട്ട് എനിക്ക് പറയാമല്ല അങ്ങനെയല്ല ഇങ്ങനെയല്ല. അപ്പോഴും ഞാൻ പറഞ്ഞു നട്ടലുള്ളവരാണെങ്കിൽ എൻ്റെ പൈസ വന്നിട്ട് പോകണമായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവർ വെളിയിൽ ഇറങ്ങിയിട്ട് എന്നെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞു. ഇപ്പം ഞാനിത് ചേച്ചിയോട് പറയുന്നത് വെച്ചാൽ അച്ഛൻ്റെ പേരിൽ വന്നിരുന്ന് ന്യായീകരിച്ചു. അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അച്ഛനെ സംരക്ഷിച്ചത് ഞാനാണ്. അവരുടെ വീട്ടുകാർക്ക് പോലും അതിന് അവകാശം പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അച്ഛൻ മരുമോളായിട്ട് കൈ പിടിച്ച് കയറ്റിയത് ഞാനാണ്. ആ വീട്ടിൽ ഞാൻ വരുമ്പോൾ അച്ഛനെ ഓണത്തിന് പട്ടിണിക്ക് ഇട്ടിട്ട് ആ ഭാര്യ തിരുവനന്തപുരത്ത് അവരുടെ ആങ്ങളുടെ ഭാര്യയ്ക്ക് ചെവി ഓപ്പറേഷന് വേണ്ടി പോയിരിക്കും. ആ അച്ഛന് ഓണക്കോടി എടുത്ത് കൊടുത്ത് ആഹാരം വെച്ച് കൊടുത്തത് 2-3 വർഷക്കാലം ആ വീട്ടിൽ ഒരു ഭാര്യയുടെ ധർമ്മമായിട്ട് ഞാൻ അവൻ്റെ കൂടെ ജീവിച്ച അവസാനം എല്ലാം കഴിഞ്ഞ് അവൻ്റെ അടുത്ത് പുറത്ത് കളഞ്ഞതിന് കാരണക്കാരി ഗിരിജ തന്നെയാണ്. ഗിരിജ എന്തോ കണ്ടു എന്ന് പറഞ്ഞിട്ട് എന്നെ ഗൾഫിലോട്ട് പറയുമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ തങ്ങളിൽ കോൺടാക്റ്റിലായിരുന്നു. പിന്നെ ഇപ്പോൾ കല്യാണം ആയപ്പോൾ എന്നെ വിളിച്ചിട്ട് ഇവരുടെ വീടിൻ്റെ ഒക്കെ അടുത്തുള്ള ആൾക്കാർ പറയുന്ന ഈ പറയുന്ന പോലെ ഉദയഗിരിജ എന്നുള്ള പേര് ഈ വീടിൻ്റെ അടുത്തുള്ള ഒരു മനുഷ്യർക്കും അറിയത്തില്ല. ഇവർ പറയുന്ന അമ്പിളി എന്നാണ്. ഇവരുടെ അമ്മ തങ്കമ്മ, ഇവരുടെ ചേച്ചി ഒരു മല്ലിക. അപ്പോൾ ഇവർ 3 പേരുമാണ് പണ്ട് കാലത്ത് വീടാന്തരം നടന്ന് വീട്ടുകളിൽ നിന്നൊക്കെ ഈ സ്ലിപ്പൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ചാരിറ്റി പ്രവർത്തനമൊക്കെയാണ് എന്നുള്ള രീതിയിൽ പൈസ കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പല വീട്ടുകളിലും മാസം പോവുക, അവിടെ നിന്ന് പൈസ ഫണ്ട് അവർ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് മേടിച്ച് എടുക്കുക, അങ്ങനെയുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. ഏതോ ചാരിറ്റി ഹോമിൻ്റെ ബേസിലായിരുന്നു അവർ അന്ന് അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് 70% ആ ചാരിറ്റി ഹോമിനും ഈ കളക്ട് ചെയ്യുന്ന ഇവർക്ക് 30%. ഇപ്പം എത്ര 500 കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ 70% ആ ചാരിറ്റി ഹോമിനും ബാക്കിയുള്ളത് ഇവർക്കും. അങ്ങനത്തെ ഒരു സെറ്റപ്പായിരുന്നു ഇവർ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇവരെവിടെയോ ഒരു 3 സെൻറ്റ് സ്ഥലം മേടിച്ച് ഇവിടെ ഒരു ചെറിയ ചാരിറ്റി ഹോം പോലെ ഇവർ പണിഞ്ഞ് ഇവർ സ്വയം കുറേ പാവപ്പെട്ടവരെ അല്ലെങ്കിൽ അനാഥരെയൊക്കെ വിളിച്ച് അതിനകത്ത് നിന്ന് പാർപ്പിച്ച് അവരുടെ പേരിലായി പിന്നെ പിരിവ്. അതുമാത്രമല്ല, ഇവരെ കാണിച്ച് കുറേ ഈ പാവപ്പെട്ട ആൾക്കാരെയൊക്കെ കാണിച്ചിട്ട് ഇവർ നല്ല രീതിയിൽ പിരിവും അതുപോലെ കുറേ ആൾക്കാരിൽ നിന്ന് ഫണ്ടുകളെല്ലാം കളക്ട് ചെയ്യാൻ തുടങ്ങി. ചാരിറ്റിയുടെ ഈ ഒരു കാര്യത്തിൽ ഇവർ പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ യാതൊരു ഫണ്ടും ഇവിടെയായിട്ട് കിട്ടുന്നില്ലെന്നാണ്. അതുമാത്രമല്ല, നാട്ടുകാരുടെ സഹായത്തോടെയും പല NGOമാരുടെ സഹായത്തോടെയാണ് ഇതുപോലെ ഇവർക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുന്നതും അങ്ങനെയാണ് ഈ സ്ഥാപനം നടന്നു പോകുന്നതും എന്നൊക്കെയാണ് പറയുന്നത്. ഇനി പുറത്തോട്ട് വരേണ്ടത് അവരാണ്. ഇവർക്ക് ഫണ്ട് കൊടുത്തിട്ടുള്ള ആൾക്കാരാണ് പുറത്തോട്ട് വരേണ്ടത്. കാരണം ഇത്ര രൂപ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതെന്താ ചെയ്തതെന്ന് അറിയാൻ വേണ്ടി അവരാണ് മുന്നോട്ട് വരേണ്ടത്. പക്ഷെ ആരും ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല. ആ ഒരു കഥയാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ളത്. സ്പോൺസറാന്ന് പറഞ്ഞ കുറേ ആൾക്കാരൊക്കെ ഇവരുടെ വീട്ടിൽ രഹസ്യമായിട്ട് വരികയും ഇവരെ കൂടെ താമസിക്കുകയോ അല്ലെങ്കിൽ കൂടെ രാത്രികാലങ്ങളിലൊക്കെ വരും പോക്കും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് ആ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊക്കെ പറയുന്നത്. എന്തിനു പറയണം, അവിടെ താമസിക്കുന്ന ഒരു പെൺകുട്ടി തന്നെ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. ആ കുട്ടിക്കുണ്ടായ ചെറിയ കുട്ടിയൊന്നുമല്ല കേട്ടോ, തീരെ ചെറിയ പെൺകുട്ടിയൊന്നുമല്ല, അവർക്ക് 2 മക്കളുള്ള പെണ്ണാണ്. അപ്പം അവർ കറക്റ്റായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവർക്കുണ്ടായ ഒരു അനുഭവം, രാത്രി കാലങ്ങളിൽ ഇവരുടെ റൂമിലിരുന്നിട്ട് വേറെ ഏതോ ഒരാൾ വാതിലടച്ച കാര്യം ഇവരെ അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം കണ്ടതൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ ഇവിടെ വെച്ചേക്കട്ടോ. അവരൊരു വോയിസ് മാത്രമല്ല അവരുടെ ഫേസ് കാണിച്ചിട്ടില്ല എന്നുള്ളൂ. കറക്റ്റായിട്ട് അവരവിടെ നിന്ന് അനുഭവസ്ഥരാണ് ഇരുന്ന് പറയുന്നത്. അതും കൂടി നിങ്ങളൊന്ന് കേൾക്കുക. നേരത്തെ നിന്നൊരു അന്തേവാസിയാണ്. അതുപോലെ ഞാൻ സ്റ്റാഫായിട്ട് നിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയുള്ള പരിഗണനകളൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ അന്തേവാസിയായിട്ട് തന്നെയാണ് കണ്ടത്. പിന്നെ രജിസ്റ്ററിനകത്ത് സ്റ്റാഫ് എന്നുള്ള ഒരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഒരു ദിവസത്തെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. എനിക്ക് അടി കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടുന്ന്. അതിൻ്റെ കാരണം പറയാനാണ് ഞാൻ വന്നത്. അതായത് അന്നേ ദിവസം വൈകിട്ട് പിന്നെ ഒരു 7:30 മണിയായി കാണും. 7:30 മണിയൊക്കെ ആയപ്പോഴത്തേന് അമ്മമാർക്കും മക്കൾക്കൊക്കെ ചോറ് കൊടുത്തിട്ട് മാഡം വന്നിട്ടുണ്ടായിരുന്നു. സാധാരണ ഇതിൽ ആ സമയത്തോട്ടൊന്നും അന്നദാനപ്പന്തലോട്ടോ അടുക്കളയിലോട്ടോ വരാറില്ല. വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുപോലെ നേരത്തെ കയറി പോയിക്കോ, നിങ്ങൾ രാവിലെ വിട്ട് കഷ്ടപ്പെടുന്നല്ലേ, നേരത്തെ പോയി കിടന്നു. അപ്പോൾ അതില്ലാത്തൊരു സ്നേഹമായിരുന്നു അന്നേരം കാണിച്ചത്. അപ്പം ഞങ്ങൾ കുറച്ച് പിള്ളേർ ഞാനും ഒക്കെ ഉണ്ട്. പിള്ളേരുടെ പേര് ഞാൻ പറയുന്നില്ല, ചൈൽഡ് വെൽഫെയറിൻ്റെ പിള്ളേരായിരുന്നു വന്നത്. പക്ഷേ ഇപ്പോൾ അവരെവിടെയെങ്കിലും സമാധാനമായിട്ട് ജീവിക്കുവോ അല്ലെങ്കിൽ ജോലിയിലൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. അന്ന് കുറച്ച് കുട്ടികളുണ്ടായിരുന്നു കൂടെ. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഇതെല്ലാം കൊടുത്തിട്ട് ഞങ്ങൾ മുറിയിലോട്ട് പോകുമായിരുന്നു. അപ്പോൾ മുറി പോകുന്നതിന് മുന്നേ ഞങ്ങൾ ക്യാമറ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ക്യാമറ നോക്കുന്നത്. ക്യാമറയുടെ ഓൺ ആണെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കത്തില്ല, ഓഫ് ആണെങ്കിൽ അവിടെ നിന്ന് കഴിക്കുകയുള്ളൂ. അങ്ങനെ ഞങ്ങളകത്ത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ അകത്ത് കയറിയിട്ട് ഉറങ്ങാൻ സമയമായിട്ടില്ലാത്തതുകൊണ്ട് കുറേ നേരം സംസാരിച്ചപ്പോഴാണ് പിന്നെ ഒരു 9 മണിയൊക്കെ ആയി കാണും. ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് അതിന് മുമ്പേ തന്നെ ഗ്രില്ലൊക്കെ പൂട്ടാൻ പറഞ്ഞ എന്നോട് ഗ്രില്ലൊക്കെ പൂട്ടിയിട്ട് ഞങ്ങളകത്ത്. അപ്പോൾ 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് വന്നിട്ട് പിന്നെ ഞങ്ങൾക്കൊരു സംശയം, ഞങ്ങളിങ്ങനെ അവിടെ ഇരുന്ന സമയത്ത് ഞങ്ങൾക്കൊരു സംശയം, ഒരു കൈ വന്നിട്ട് 2ാമത്തെ നിലയാണ്, തൊട്ട് ഈ ചിൽഡ്രൻസ് ഹോം പൂട്ടുന്നതിൻ്റെ തൊട്ട് ഫ്രണ്ടിലത്തെ കെട്ടിടം, അപ്പോൾ 2ാമത്തെ നിലയാണ്. അപ്പോൾ അവിടെ ഒരു ആണിൻ്റെ കൈ വന്നിട്ട് ഞങ്ങളിങ്ങനെ നോക്കിയപ്പം മുകളിലത്തെ റൂമിലെ ജനലിൻ്റെ കഥക് ഒരു വാച്ച് കെട്ടിയ കൈ വന്ന് അടയ്ക്കുന്നത് കണ്ടു. അപ്പം അവിടെ ആണുങ്ങൾ ആരുമില്ല, ഉണ്ണിയൊന്നും അവിടെ ഇല്ലാത്ത സമയം. അങ്ങനെ ഞങ്ങൾക്കൊരു സംശയം തോന്നിയിട്ട് ഞങ്ങൾ കുറച്ച് പിള്ളേരും ഉണ്ട് കൂടെ.
അങ്ങനെ നോക്കിയപ്പം അതിനകത്ത് ആളുണ്ട്. അപ്പം ഞാൻ ക്യാമറ ഓഫ് ആയതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ ഞങ്ങൾ കുറച്ച് പേര് ഇതിൻ്റെ മണ്ട കയറി. ഇപ്പോഴത്തെ കെട്ടിടത്തിൻ്റെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, സ്റ്റെപ്പിൽ കൂടെ കയറി ഈ കെട്ടിടത്തിൻ്റെ മണ്ടവശം കാണാൻ പറ്റും. അപ്പോൾ അതിലൊരു ആളുണ്ടായിരുന്നു. അത് ഈ പറയാൻ പറ്റാത്ത രീതിയിലാണ് അവിടുത്തെ പരിപാടികൾ നടന്നുകൊണ്ടിരുന്നത് ആ സമയത്ത്. പക്ഷേ അതൊക്കെ കണ്ടു കഴിഞ്ഞു. നേരം വെളുത്തൊരു 5 മണി ആയപ്പോഴത്തേക്കാണ് ആളിനെ പറഞ്ഞു വിട്ടതും ഒക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഞാൻ കണ്ടത് തന്നെയാണ്, കാണാത്ത കാര്യമൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. അതിനുശേഷം രാവിലെ ഒരു കുറേ സമയമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിന് മാഡം വന്നിട്ട് പറഞ്ഞു ഇതുപോലെ ഗോപി എൻ്റെ ജാരനെ കണ്ടു, എൻ്റെ ജാരനെ നോക്കിയിരിക്കുമായിരുന്നു നീ. ഞാൻ സത്യം പറഞ്ഞാൽ ഷോക്കായിപ്പോയി. കാരണം ഞാൻ കണ്ടു എന്നല്ലാതെ ഞാൻ ഇതിനെപ്പറ്റി ചോദിക്കാനേ പോയിട്ടില്ല. ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ തല പോകത്തില്ലേ, ഞാൻ ചോദിക്കാൻ പോകും. അപ്പം പിള്ളേരുടെ എന്തോ പ്രശ്നം വന്നപ്പോൾ പിള്ളേരിൽ ആരോ പറഞ്ഞതാണ്, എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന് തോന്നുന്നു, അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ എൻ്റെ പേര് മാത്രമേ വന്നുള്ളൂ. ഞാൻ അങ്ങനെ പറഞ്ഞു, ഞാൻ ജാരനെ കണ്ടു എന്ന് പറഞ്ഞത്. പക്ഷേ ഞാൻ അങ്ങനെ ഒരു വാക്ക് അവിടെ പറഞ്ഞിട്ടേ ഇല്ല, കണ്ടു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ അതിലൊരു വാക്ക് പോലും അവരെ പറയാൻ പോയിട്ടില്ല. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ബന്ധുക്കളും ഒക്കെ വന്ന്, പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കിന് എല്ലാവരും ഉണ്ട്, അവരുടെ കുറച്ച് സ്റ്റാഫുകളും പിന്നെ ബന്ധുക്കളും എല്ലാം കൂടെ വന്ന് രാത്രിയിൽ എന്നെ ഒരുപാട് അടിച്ചെടുത്ത് അലമാരിക്കകത്ത് കയറ്റി. അതൊക്കെ കുറച്ച് കുഞ്ഞുങ്ങൾ കണ്ടുകൊണ്ടിരിപ്പുണ്ട്. അന്ന് കണ്ണു നിറഞ്ഞ കുഞ്ഞുങ്ങൾ കുറച്ച് പേരുണ്ട്, പൊടിപ്പ് പിള്ളേരൊക്കെ. അടിച്ചെടുത്ത് എന്നെ അകത്ത് കയറ്റിയിട്ട് എൻ്റെ മക്കളും നോക്കിയിരുന്ന് കരയുക. എന്നിട്ട് എന്നോട് പറയുക, നിനക്കെതിരെ ഞാൻ പീഡന കേസ് കൊടുക്കും, ഇവിടുത്തെ എത്രയോ പിള്ളേരെ കൊണ്ട് ഞാൻ എഴുതി ഒപ്പിടിപ്പിച്ച് വാങ്ങിച്ചിട്ടുണ്ട്, നീ ചിൽഡ്രൻസ് ഹോമിനകത്ത് ആണുങ്ങളെ കയറ്റുമെന്ന് പറയും. അങ്ങനെയൊക്കെ എന്തൊക്കെ പരാതി എന്നെ പറ്റി എഴുതിയെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ല. പക്ഷേ ആ സമയത്ത് ഞാനത് പേടിച്ച് പോയിട്ടുണ്ടായിരുന്നു. കാരണം 2 പൊടിക്കൊച്ചുങ്ങളെ കൊണ്ട് ഞാൻ ഇവര് ഇതുപോലെ CWCയുടെ കെയർ ഓഫിൽ വന്നിട്ടുള്ള കുട്ടികളും അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇവരെ ഇങ്ങനത്തെ ഒരു മോശ പ്രവൃത്തി ചെയ്ത് നടക്കുന്ന ഒരു സ്ത്രീ, ഇവര് പറയുന്ന 14 വർഷം ഇവരുടെ ഭർത്താവ് മരിച്ചിട്ടെന്നാ. അപ്പൊ തൊട്ട് ആരും ഇല്ലാണ്ട് ഇവരിങ്ങനെ നാട്ടുകാർക്ക് സാമൂഹ്യ പ്രവർത്തനമായിട്ട് നടക്കുവാണെന്നാണ് പറയുന്നത്. പക്ഷെ ആ നാട്ടിലുള്ള എല്ലാവരും പറയുന്നുണ്ട് ഇവര് ചില്ലറക്കാരിയല്ല, ഇവർക്ക് ഒരു ഭർത്താവല്ല, ഇപ്പൊ കെട്ടിയ ഭർത്താവും അല്ല, അല്ലാണ്ട് തന്നെ കുറേ ഭർത്താക്കന്മാരുള്ള ഒരു സ്ത്രീയാണ്, ഭർത്താക്കന്മാരല്ല അഴിഞ്ഞാടി നടക്കുന്ന ഒരു സ്ത്രീയാണെന്നുള്ള രീതിയിലാണ് ആ നാട്ടുകാരും വീട്ടുകാരും എല്ലാം പറയുന്നത്. ഇവരുടെ ഈ പ്രധാനമായിട്ട് ഈ ഉദയഗിരിജ എന്നുള്ള പേര് ആർക്കും അറിയില്ല, അമ്പിളി എന്നുള്ള പേരാണ് അറിയുന്നത്. മാത്രമല്ല ഈ ഒരു സ്ത്രീയെ സ്ത്രീയെന്ന് തന്നെ പറയാൻ കൊള്ളത്തില്ല. അതുമാതിരിയുള്ള കഥകളാണ് ഇവരെ കുറിച്ച് കേൾക്കുന്നത്. ഭർത്താവിനെ കൊല്ലിച്ചവള്, ഇതുപോലെ പണത്തട്ടിപ്പ് നടത്തുന്നവള്, കള്ളം പറഞ്ഞ് ചിരിച്ച് കാണിച്ച് ആൾക്കാരുടെ പൈസ മേടിക്കുന്നവരെ, പിന്നെ എന്താണ് പറയേണ്ടത്? ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് അടിക്കാൻ. ആ യൂട്യൂബ് ചാനലിൻ്റെ ഒരൊറ്റ കമൻ്റ് ഇല്ല. ഇപ്പം ഇത്രയും ആൾക്കാർ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടി ഇപ്പോൾ കമൻ്റ് അടിച്ചിട്ടുണ്ടാവില്ല, അതെല്ലാം കറക്റ്റായിട്ട് ഇരുന്ന് ഡിലീറ്റ് ചെയ്യും. ഇനി അവർ വീഡിയോ ഇടും, നിങ്ങളെല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യും. ഇങ്ങനെയുള്ള വൃത്തികെട്ട തട്ടിപ്പുകാരികളെ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. അവർ ചിരിച്ച് കാണിച്ച് വീഡിയോ ഇടുമ്പോൾ പിന്നെ നിങ്ങളത് വിശ്വസിച്ച് വീണ്ടും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് പിന്നെ പ്രശ്നക്കാർ, അവർക്ക് നേരെയാണ് നിങ്ങൾ പിന്നെ തോക്കും കൊണ്ട് വരിക. അങ്ങനെ ഒരു പ്രധാന പ്രശ്നമുണ്ട്. ഇങ്ങനെയുള്ളവരൊക്കെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കണം. ഇവരൊന്നും ആരും സപ്പോർട്ട് ചെയ്യരുത്. ഇനി ഒരിക്കലും സത്യം പറഞ്ഞാൽ ഈ ഗിരിജനെ പോലുള്ള അവരുടെ കയ്യിലോട്ടൊന്നും കുട്ടികളെ നോക്കാനോ അല്ലെങ്കിൽ പ്രായമുള്ള ആൾക്കാരെ നോക്കാനോ വിടരുത്. സത്യം പറഞ്ഞാൽ അവിടെ എത്ര പേരാണ് ഇതുപോലെ മരിച്ചു പോകുന്നതെന്ന് അറിയാമോ? മരിച്ചു പോകുമ്പോൾ ഏതാണ്ട് സർക്കാരിൽ നിന്ന് 40,000 രൂപ 25,000 രൂപ ഏതാണ്ട് കിട്ടും. അതിന് വേണ്ടി ഇവർ പച്ചവെള്ളം കൊടുക്കാണ്ട് പട്ടിണിക്കിട്ട് ചികിത്സ നിഷേധിച്ച് എത്ര പേരാണ് അവിടെ കിടന്ന് മരിച്ചു പോകുന്നത്. അങ്ങനെ മരിച്ചു പോയൊരു കുട്ടിയാണ് ഒരു 24 വയസ്സുള്ള ഒരു ലക്ഷ്മി എന്ന് പറഞ്ഞ പെൺകുട്ടി. ആ കുട്ടിയുടെ കയ്യിലും മുഖത്തൊക്കെ എന്തോ വ്രണങ്ങളും കാര്യങ്ങളും അസുഖവും ഒക്കെ ആയിട്ട്, എന്തോ ഇമ്മ്യൂണിറ്റിയുടെ പ്രശ്നവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ആ കുട്ടി അവിടെ കിടന്ന് ആഹാരവും വെള്ളവും ഇല്ലാണ്ട് രക്തം വറ്റിപ്പോയി വളരെ നരകവേദന അനുഭവിച്ച് മരിച്ചു പോയതായിട്ട് ആ കുട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ട്. അതിൻ്റെ വോയിസ് ഞാൻ വെച്ചേക്കാം, അതിൻ്റെ ഒരു വീഡിയോയും കൂടി ഞാൻ വെച്ചേക്കാം. സന്ധ്യ പല്ലവിയുടെ ഒരു റിവീലിംഗ് ആയിരുന്നു ആ ഒരു വീഡിയോ, അതും കൂടി ഞാനത് കൂട്ടിച്ചേർക്കുവാണ് കേട്ടോ. അതും കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കാം. ലക്ഷ്മി ഉണ്ടോ അവിടെ? ലക്ഷ്മി മരിച്ചുപോയി, 3 വർഷമായി. എങ്ങനെ എങ്ങനെ ലക്ഷ്മി മരിച്ചായിരിക്കില്ലേ? ഇല്ല, അടൂരാണ്. അവിടുന്ന് അവർ വിട്ടതാ. ഞങ്ങൾ കോട്ടയത്തായിരുന്നു മെഡിക്കൽ കോളേജിൽ. അവിടുന്ന് പിന്നെ അതുകൊണ്ടായപ്പോൾ ജീവമാതാക്കാർ കൊണ്ടുപോയി. ജീവമാതയിൽ കൊണ്ടുവന്നിട്ട് അവിടെ പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു, അവർ കുഞ്ഞിനെ നോക്കിയൊന്നുമില്ല. അവിടെ കൂടെ വീഡിയോ പിന്നെ അതുമായിട്ട് ഞാനപ്പോൾ വീട്ടിൽ വന്നായിരുന്നു. വീട്ടിൽ നിന്ന് വന്നിട്ട് അവിടെ റാണി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 10 ദിവസം ബ്ലഡൊന്നും ഇല്ലായിരുന്നു. 10 ദിവസം കിടന്നു. പിന്നെ വീട്ടിൽ വന്നു മരിച്ചു 10 ദിവസം കഴിഞ്ഞു. ഈ ഓണമാകുമ്പോൾ 3 വർഷമാകും. നമ്മൾ ചോദിക്കുന്ന മുമ്പ് നമ്മളടുത്ത് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മളെന്തെങ്കിലും ചോദിക്കുമ്പോൾ അവർ ദേഷ്യപ്പെടുന്നു, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഡെറ്റോൾ ഡെറ്റ് ഇടാനോ അടിക്കാനാണോ? ശരി. പിന്നെ ഉപ്പിട്ട വെള്ളത്തിലെങ്കിലും കഴുകി ഈ ചൊറിച്ചിൽ മാറ്റണം. ഇതിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ശരീരം മുഴുവനും ആവും, ചീർത്ത് നല്ല വ്രണമായി
കണ്ടാ ഒരുമാതിരി കുറേ ആൾക്കാർ വാഴ്ത്തി പാടുന്നുണ്ട്, ഗിരിജേച്ചി അങ്ങനല്ല, ഗിരിജേച്ചി ഇങ്ങനല്ല, ഗിരിജ മേഡം അങ്ങനല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ ദൈവത്തോർത്തൊന്ന് കണ്ണു തുറന്നു കണ്ടു നോക്കുക. നിങ്ങൾക്ക് മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ഈ വീഡിയോയ്ക്ക് ഒന്ന് കണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഈ മാതിരി കള്ളികളുടെ എല്ലാം മനസ്സും പ്രവൃത്തിയും എല്ലാം ഈ പുറത്ത് ചിരിച്ച് കാണിക്കുന്നോ അല്ലെങ്കിൽ കളിച്ച് കാണിക്കുന്നോ അതല്ലെങ്കിൽ വലിയ സാരിയെ കൊടുത്ത് സരിതയുടെ കൂട്ട് ചമഞ്ഞ് വരുന്നോ ഒന്നുമല്ല ഇവരുടെ മനസ്സും കയ്യിലിരിപ്പൊന്നും. ഇവരുടെ കയ്യിലിരിപ്പാണ് ഈ കാണുന്നത്. ഇവർ വെറും ഇവർക്കൊക്കെ എന്തോ ഒരു കുറച്ച് പേരുള്ളൂ, അവിടെ ആകെ കുറച്ച് നിസ്സാര അന്തേവാസികളുള്ളൂ. അവർക്കൊക്കെ ആഹാരം മേടിച്ചു കൊടുക്കാൻ എന്തോരം പൈസയാവും, എത്ര പൈസ ഇവിടെ പിരിഞ്ഞ് കിട്ടുന്നുണ്ടാവും. അപ്പോൾ അതിനകത്ത് ഇവർ കക്ക് എന്നാലും പ്രശ്നമില്ല. പക്ഷെ ഈ പറയുന്ന ആൾക്കാരെങ്കിലും കുറച്ച് പേരല്ലേ ഉള്ളൂ, അവർക്ക് എണ്ണയോ സോപ്പോ എന്താണെന്ന് വെച്ചാൽ മേടിച്ചു കൊടുക്കുമോ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങൾ മേടിച്ചു കൊടുക്കുമോ. അവിടെ കിട്ടുന്ന സാധനങ്ങൾ പോലും അവർക്ക് കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. പലഹാരമായിട്ടും ഫുഡായിട്ടും ഡ്രസ്സായിട്ടും എല്ലാം കൊടുക്കുന്നുണ്ട്, ആൾക്കാർ കൊടുക്കാനും തയ്യാറാണ്. പക്ഷേ ഈ കിട്ടുന്ന ഒരു സാധനം ഈ വെറ്റകൾക്ക് ഇത് കൊടുക്കത്തില്ല. കാരണം എന്താ വെച്ചാൽ ഇവരൊക്കെ നന്നായിട്ട് കഴിച്ച് വൃത്തിയായിട്ടൊക്കെ ഇരിക്കുവാണെങ്കിൽ പിന്നെ ഇവരെങ്ങനെ കാണിച്ച് ഊറ്റിപ്പിഴിഞ്ഞ് മറ്റുള്ളവരിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ലല്ലോ. ഇവരൊക്കെ ഇങ്ങനെ വൃത്തികേടായിട്ട് മുഷിഞ്ഞ് ഒന്നുമില്ലാണ്ട് തിന്നാണ്ട് കുടിക്കാണ്ട് ഇങ്ങനെ ആകെ ഇരുന്നാൽ മാത്രമാണ് ഇവരെയൊക്കെ കാണിച്ച് ദയനീയത കാണിച്ച് ഇവർക്ക് വിറ്റ് ഇതൊരു ബിസിനസ്സാക്കി പൈസ മേടിച്ച് ഇവരുടെ പോക്കറ്റിൽ ഇടാൻ പറ്റത്തുള്ളൂ. ഈ പറയുന്ന വ്യക്തി ആകെ 3 സെൻറ്റ് വസ്തുവിൽ തുടങ്ങിയ ഒരു ബിസിനസ്സാണിത്. ബിസിനസ് എന്ന് തന്നെ ഞാൻ പറയുകയാണ് കേട്ടോ, ചാരിറ്റി ഹോം എന്ന് ഞാൻ പറയുന്നില്ല. അപ്പം ഇപ്പോൾ അവരുടെ സമ്പാദ്യം എന്താണ്, ഇപ്പോൾ അവരുടെ എന്തോരം വരുമാനങ്ങളാണ്. വേറെ ഒരു പണിക്കും പോകുന്നില്ല, ഈ മോൻ പോകുന്നില്ല, അമ്മ പോകുന്നില്ല, ഒരു പെങ്കൊച്ചുള്ള അവർ പോകുന്നില്ല, അവരെ ഭർത്താവ് ഒരാൾ ഇവിടെ നിന്ന് പണിക്ക് പോകുന്നില്ല. അപ്പോൾ ഇവരെങ്ങനെയായിരിക്കും ജീവിക്കുന്നുണ്ടാവുക? വേറെ ഒരു വരുമാനവും ഇല്ല ഇവർക്ക്. അപ്പോൾ ഈ നാട്ടുകാരുടെ പണം കൊണ്ട് ഇവരും കൂടി കൊഴുത്ത് ജീവിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇവർ കൊഴുത്ത് ജീവിക്കുന്നു, മറ്റവരുടെ പട്ടിണിക്കിട്ട് അവരെ കൊല്ലാക്കൊല ചെയ്ത് കൊല്ലുന്നു. കുറേ എണ്ണത്തിനെ കൊല്ലുന്നു, കുറേ എണ്ണത്തിനെ കൊല്ലാക്കൊല ചെയ്ത് അവിടെ ഇടുന്നു. എന്നിട്ട് അതും കൂടി കാണിച്ചു കൊടുത്ത് പൈസ മറ്റുള്ളവരിൽ നിന്ന് കളക്ട് ചെയ്ത് ഇവർ ജീവിക്കുന്നു. അത് തന്നെയാണ് ഇതിനകത്ത് പറയാനുള്ളത്. സാധാരണക്കാർ അവരവരുടെ മുറ്റത്തെറിഞ്ഞൊന്നും മുള്ളിയാൽ പോലും കേസ് എടുക്കുന്ന ഗവൺമെൻറ്റാണ് ഇവിടുത്തെ. ഈ സ്ത്രീയൊക്കെ ഇത്രയും പേരെ പീഡിപ്പിച്ചു, പല ആൾക്കാരും മരിച്ചു, അതായത് പട്ടിണിക്കിട്ട് കൊന്നു, അങ്ങനെ വേണം പറയാൻ. ചികിത്സ നിഷേധിച്ച് പട്ടിണിക്കിട്ട് ഇവരെ ആൾക്കാരെ കൊന്ന് ഇവർ പൈസ ഉണ്ടാക്കി ജീവിക്കുന്നു. അതുമാത്രമല്ല, ഒരു 18 വയസ്സായൊരു അതിന് മുന്നേ 18 വയസ്സാവുന്നതിന് മുന്നേ ഒരു പെണ്ണിനെ കൊണ്ടുപോയി ഗർഭിണിയാക്കി ഇവരുടെ മകൻ. ഇവരെയൊക്കെ എന്തുകൊണ്ട് സർക്കാർ ഇത്രയും ആരോപണം ഉണ്ടായിട്ടും അനാഥാലയത്തിൻ്റെ മറവിൽ ഇത്രയും തട്ടിപ്പ് നടത്തിയിട്ടും എന്തുകൊണ്ടാണ് ഇവർ വാഴിക്കുന്നത്? അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വലിയൊരു ശക്തിയുണ്ട്. ഈ കാണുന്ന ഗുരുജിയോ ഒന്നുമല്ല, അതിൻ്റെ പിന്നിൽ ഇതിലും വലിയൊരു അഴിമതിയുടെ ഒരു ശക്തി ഇവിടെ സർക്കാരിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്, ഇവർക്ക് നല്ല സപ്പോർട്ടുമായിട്ട്. അതുകൊണ്ടാണ് ഇവരെ ഒന്നും അറസ്റ്റ് ചെയ്യാത്തത്. നമ്മളാരെങ്കിലും ആണ് ഇപ്പോൾ എന്തെങ്കിലും ഒരു ചെയ്തതെന്ന്, യൂട്യൂബർ ആയിക്കോട്ടെ എന്തെങ്കിലും ഒന്ന് ചെയ്തെങ്കിൽ ഇപ്പോൾ എന്തായിരിക്കും ഇവിടെ നടക്കുന്നത്? അവൻ്റെ കുടുംബവും അവൻ്റെ 7 തലമുറ നശിപ്പിക്കുന്ന രീതിയിൽ നശിപ്പിച്ച് കളഞ്ഞാൽ ഈ ജനങ്ങളും ഈ സർക്കാരും ചേർന്നിട്ട് ഇവരെ ഈ നിയമം കൊണ്ട് പോലും നേരിടാൻ ആരും തയ്യാറാവുന്നില്ല. എല്ലാവരും ഭയക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും? ഇവരുടെ കുത്തഴിഞ്ഞ ജീവിതം, ഇവരുടെ വഴിവിട്ട ബന്ധങ്ങളും അത്ര വലുതാണ്. അത്ര വലിയ ശക്തികളിലോട്ട് ഇവരുടെ ഈ വഴിവിട്ട ബന്ധം, ഇവരുടെ ഈ പല സ്ഥലത്തും ഇവർ തുണി അഴിച്ച് കാണിച്ചുകൊണ്ടായിരിക്കും ഇവരാരും പോലീസ് പിടിക്കാത്തത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, മിന്നുന്നൊന്നും പൊന്നല്ല. ഇപ്പോൾ 18 വയസ്സായ ആ പെങ്കൊച്ചിനെ ഇവൻ കല്യാണം കഴിച്ചു, ഗർഭിണിയാക്കി കല്യാണം കഴിച്ചെങ്കിലും അയ്യോ അവരെങ്ങനെയും ജീവിച്ചോട്ടെ അങ്ങനെ പറയുന്ന കുറേ ആൾക്കാരുണ്ട്. നിങ്ങളുടെ വീട്ടിലുള്ളവർ പെൺപിള്ളേർ 18 വയസ്സ് തികയുമ്പോൾ തന്നെ അല്ലെങ്കിൽ അതിന് മുന്നേ ഗർഭിണിയാക്കിയതിന് ശേഷമാണോ വേറെ ഒരുത്തനെ കൊണ്ട് കല്യാണം ആലോചിപ്പിച്ച് അങ്ങ് കെട്ടിച്ചു വിടുന്നത്? അല്ലല്ലോ. അപ്പോൾ ഇത് അനാഥാലയത്തിലെ കുട്ടിയായതുകൊണ്ട് ഇങ്ങനെയൊക്കെ മതി എന്നാണോ, അങ്ങനെയാണോ പറഞ്ഞു വരുന്നത്? അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് ആരും ന്യായീകരിക്കാൻ ഇങ്ങോട്ട് വരണ്ട. അവൻ തന്നെ കിട്ടിയല്ലോ, അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ആർക്കാണെന്നൊക്കെ കണ്ടറിയണം. അതൊക്കെ അന്വേഷണത്തിൽ പോലീസ് അറിയേണ്ട കാര്യങ്ങളാണ് അതെല്ലാം. അപ്പം കാരണം ഇത്രയും നല്ല ചരിത്രമുള്ള കുടുംബമാണല്ലോ. അമ്മ അനാഥാലയത്തിൻ്റെ പേരിൽ തട്ടിപ്പ്, മകൻ 18 ആവണേക്കാൾ മുമ്പ് ഉള്ള പെണ്ണിനെ ഇതുപോലെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കുക, എല്ലാം കൊള്ളാം. എല്ലാം നുണക്കഥയുടെ ഒരു കൂട്ടം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അവിടെ വൃദ്ധജനങ്ങൾ കുറേ ഉണ്ട്, അതുങ്ങളെ ഇനി എന്താണ് ചെയ്യാൻ പോണതെന്ന് അറിയത്തില്ല. അപ്പോൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി ഡാഡി ഗിരിജ എന്തായാലും ഇവരെ ആരും ഏറ്റെടുക്കാൻ കൊള്ളത്തുമില്ല. എന്തായാലും പ്രായമായ ആൾക്കാരൊന്നും ഇവർക്ക് വേണ്ടി വരില്ല, ഇവർക്ക് താല്പര്യം ഉണ്ടാവില്ല അവരുടെ കാര്യത്തിൽ. പെൺകുട്ടികളെ വെച്ചിട്ടുള്ള പരിപാടികൾക്കാണ് ഇവർക്ക് താല്പര്യം, അങ്ങനത്തെ ഉള്ള കുൽസിതങ്ങൾക്കായിരിക്കും ഇവർക്ക് താല്പര്യം. അവരും കൂടി ഇല്ലാത്ത ഒരു സാധനത്തിലേക്ക് ഇവർക്ക് ഇത്രയും പ്രായ ആൾക്കാരെ നോക്കാൻ വയ്യ എന്നുള്ള രീതിയിൽ ഒഴിവാക്കി കളയാനാണ് ചാൻസ്. അപ്പോൾ ഗവൺമെൻറ് തന്നെ ഏറ്റെടുക്കുമായിരിക്കും അവരുടെ കാര്യങ്ങളെല്ലാം, തുടർന്ന് അങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇനി ഒളിവിൽ താമസിക്കുന്ന ഈ ഗിരിജയും മകനും എല്ലാം ഇനി തിരിച്ചു വന്ന് സുഖമായിട്ട് ജീവിക്കുന്ന രീതിയിലാണോ, ഇനി പോലീസ് പിടിച്ച് ജയിലിൽ കൊണ്ടുപോയിടുമോ, അതൊന്നും നമുക്കറിയില്ല. ഇനി വരും ദിവസങ്ങളിൽ അതിൻ്റെയൊക്കെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.